CPM പ്രതിനിധി കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, കേരളത്തിന് പിന്നാലെ ഇപ്പോൾ കർണാടകയും രാജ്യതലത്തിൽ തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു പ്രതിഷേധത്തിനൊരുങ്ങുന്നു. അല്പസമയം മുൻപ് PC വിശ്വനാഥ് MLA സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഈ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഘോരഘോരം പറയുകയുണ്ടായി. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കേരളം നേരിടുന്നത്. അപ്പോൾ കേരളം സമരത്തിലേക്ക് പോകുന്നത്, കേരളമാണ് ഇത്തരം രാജ്യതലത്തിൽ തന്നെ ഒരു സമരത്തിന് ഒരുങ്ങുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ കേരളം നേരിടുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയാനില്ല. കേരളത്തിലെ കോൺഗ്രസ് മുഖം തിരിച്ച ഒരു നിലപാടിനോടും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ശ്രീ കെ അനിൽകുമാർ, അതായത് കേരളത്തിലെ സർക്കാർ എടുത്ത നിലപാട് ശരിയാണ് എന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF കൊടുക്കുന്ന നിലപാടിന്റെ ഏറ്റവും തിരിച്ചടിയേറ്റിട്ടുള്ളൊരു ഘട്ടമാണിത്. ഇന്ത്യ രാജ്യത്ത് RSSന്റെ നയം കേന്ദ്രാധികാരം പരമാധികാരമാക്കാനും എല്ലാം കേന്ദ്രത്തിലേക്ക് എത്തിക്കാനും അതിന്റെ ഭാഗമായി വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിലേക്ക് പോകാനുമാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതിനിരയായി തീരുന്നത് ഭാഷാ സംസ്ഥാനങ്ങളാണ് എന്ന് വ്യക്തതയുണ്ട്. ആ തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സർക്കാർ നടത്തുന്ന കടന്നാക്രമണങ്ങളെ കോൺഗ്രസ് വ്യത്യസ്തമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ അവർ കടന്നാക്രമിക്കപ്പെടുമ്പോൾ അതിന് BJPക്ക് പിന്തുണ കൊടുക്കുന്ന അതായത് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പാർട്ടി. കേരളത്തിലെ പ്രതിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിനെതിരായി കേന്ദ്രം കളവായ കാര്യങ്ങൾ വെച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം സംസ്ഥാന അവകാശങ്ങളെ തകർക്കുന്ന പ്രശ്നമാണ്. അതിൽ കർണാടക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ധനകാര്യ കമ്മീഷന്റെ അവാർഡ് പ്രകാരം കേരളത്തിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേന്ദ്രത്തിൽ നിന്ന്. കേരളം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കേന്ദ്ര അവഗണന നേരിടുന്ന സംസ്ഥാനമാണെങ്കിൽ കർണാടകം സ്വാഭാവികമായ പിന്നോക്കാവസ്ഥ മൂലം കേന്ദ്രത്തിന്റെ പണം അല്പമേറെ ലഭിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. എന്നിട്ടും സിദ്ധരാമയ്യക്ക് സമരത്തിന് വരേണ്ടി വന്നു എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം തെളിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള കേരളമാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിന്റെ പക്കൽ നിന്നും ലഭിക്കേണ്ട പണം നിഷേധിക്കപ്പെട്ട് തകർക്കപ്പെടുന്നത്. കർണാടകം അതിനേക്കാളെല്ലാം ഉയർന്ന തരത്തിൽ പല മടങ്ങ് തുക കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നിട്ടും സിദ്ധരാമയ്യ സമരത്തിന് വന്നുവെങ്കിലേ അർത്ഥമെന്ന് വെച്ചാൽ ശരിയായ രാഷ്ട്രീയത്തിലേക്ക് സിദ്ധരാമയ്യ സഞ്ചരിക്കുന്നു. ആ രാഷ്ട്രീയം തിരിച്ചറിയാൻ കേരളത്തിലെ KPCCക്ക് കഴിയുന്നില്ല, കോൺഗ്രസിന് കഴിയുന്നില്ല, പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ്. മലയാളിക്കൊപ്പം നിൽക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ശരി, നന്ദി. കെ അനിൽകുമാറാണ് നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിച്ചത്.